بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ ഒരു പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ ത്യാഗത്തെക്കുറിച്ച് ഒരൽപ്പനേരം സംസാരിക്കുക, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മുസ്ലിമീങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലൂടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബലി പെരുന്നാളിന്റെ ആഘോഷങ്ങളുടെയുമെല്ലാം കാതൽ മഹാനായ ഒരു പ്രവാചകന്റെ മാതൃകാ സമ്പൂർണമായ ഒരു ജീവിതത്തെ അയവിറക്കിക്കൊണ്ടുള്ള രൂപത്തിലാണ്. ലോകമുസ്ലിമീങ്ങൾ അവരുടെ നമസ്കാരത്തിൽ നിത്യവും ഓർക്കുന്നു, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഗുണത്തിനും ബറക്കത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞ ഉടനെ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല എന്ന് അർത്ഥം. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ചു തന്ന പല ദിക്റുകളുടെയും കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. മുസ്ലിമീങ്ങൾ പ്രഭാതത്തിൽ അത് പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മുസ്ലിമീങ്ങളോട് അത് പറയാൻ, ഞങ്ങളിതാ ഇസ്ലാമിന്റെ ശുദ്ധമായ പ്രകൃതിയിൽ ഈ പ്രഭാതത്തിൽ ഉണർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇഖ്ലാസിന്റെ കലിമത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആദർശത്തിന്റെ വക്താക്കളായി കൊണ്ടിതാ ഞങ്ങൾ പ്രഭാതത്തിലായി തീർന്നിരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിലായിക്കൊണ്ട്, അതുപോലെ തന്നെ വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീം ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലായിക്കൊണ്ടും, അദ്ദേഹം ഹനീഫൻ മുസ്ലിമ, അദ്ദേഹം വക്രതയില്ലാത്തൊരു മനസ്സിന്റെ ഉടമയും സമ്പൂർണമായ ഒരു മുസ്ലിമുമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവിടുന്ന് ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ സ്വലാത്തുകളിലൂടെ, പ്രഭാതത്തിൽ ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ എല്ലാം നമ്മൾ ഓർമ്മിക്കുകയാണ്. മഹാനായ ഈ പ്രവാചകന്റെ മാതൃകയും പറ്റണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ
മാതൃകയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എങ്കിൽ ദിവസേന എന്നോണം മുസ്ലിം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാനായ പ്രവാചകന്റെ ത്യാഗത്തിന്റെ കഥകൾ എന്തായിരുന്നു അത് എന്നാണ് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. മുഅ്മിനുകളെ, തീർച്ചയായും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ലതായ മാതൃക നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു, ഇബ്രാഹീമിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും ഇബ്രാഹീമിലും അദ്ദേഹത്തെ പിൻപറ്റിയവരിലും മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് വ്യക്തമായ ഏറ്റവും ഉദാത്തമായ ഉത്തമമായ മാതൃകയുണ്ട്. ഏത് വിഷയത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ മാതൃക? ഇബ്രാഹിം അലൈഹിസ്സലാമും വിശ്വാസികളും ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ചെയ്ത ത്യാഗപ്രവർത്തനങ്ങളിലാണോ നമുക്കുള്ള മാതൃക? അതിനെക്കുറിച്ചാണോ അല്ലാഹു പറയുന്നത്? അതല്ലെങ്കിൽ ഭൗതികമായ ലോകത്തുള്ള ഏതെങ്കിലും സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവർത്തിച്ചതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാണോ പറയുന്നത്? അതൊന്നുമല്ല എന്നുറപ്പാണ്. കാരണം ത്യാഗത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നീണ്ടുപോയ കഠിനമായ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ വളരെയേറെ പരീക്ഷിക്കപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി അലൈഹിസ്സലാം, ആ പ്രവാചകനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് മദ്ഹുകൾ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം സത്യസന്ധനായിരുന്നു. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനമായിരുന്നു, ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഒരു സമുദായമായിരുന്നു. ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന് പരിപൂർണമായി കീഴൊതുങ്ങിയ വിനയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമയായിരുന്നു. സമ്പൂർണ്ണ മുസ്ലിമായിരുന്നു. ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനായിരുന്നില്ല. തന്റെ റബ്ബ് തനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് വളരെയേറെ ശുക്ർ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു. ഏറ്റവും നന്നായ മാർഗത്തിലേക്ക് നാം അദ്ദേഹത്തെ വഴി കാണിച്ചിട്ടുമുണ്ട്. അദ്ദേഹം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന വ്യക്തിയായിരുന്നു. ഹലീം, വളരെ വിവേകമുള്ള വ്യക്തിയായിരുന്നു. എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് മദ്ഹുകൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളിലും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിച്ചിരിക്കുന്ന അവസരമാണിത്. ആ പ്രവാചകനെ സംബന്ധിച്ച് എന്താണ് നമ്മൾ വിലയിരുത്തിയത്? പ്രവാചകന്റെ കുടുംബം സഹിച്ച ത്യാഗത്തെക്കുറിച്ച് എന്താണ് നമ്മൾ വിലയിരുത്തിയത്? നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മുഴുവൻ അവിടുത്തെ ദഅവത്തിന്റെ രീതിയെക്കുറിച്ചാണ്. എവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചു വീഴുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇറാഖിലെ ബാബിലോണിലുള്ള ഊർ എന്ന കൊച്ചു ഗ്രാമത്തിലതാ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കുഞ്ഞ് പറന്നു വീഴുന്ന സാഹചര്യം നമ്മൾ പഠിക്കണം. നാടൊട്ടാകെ വിഗ്രഹാരാധകന്മാരാണ്. രാജ്യത്തൊട്ടാകെ ശിർക്കിന്റെ വക്താക്കളാണ്. സൂര്യനെയും ചന്ദ്രനെയും കവാക്കിബുകളെയും അഥവാ നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെയുള്ള വസ്തുക്കളെയും മഹാത്മാക്കളെയും ഒക്കെ വിഗ്രഹം വെച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ പൂജിച്ച് ആരാധിച്ചു പോരുന്ന ഒരു ജനത, കഠിനമായ വഴികേടിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. ആ ജനതയിലേക്കാണ് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചു വീഴുന്നത്. ആ രാജ്യത്തിന്റെ സാഹചര്യം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് ഓർക്കണം. നമ്മളൊക്കെയും കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇറാഖിലെ ബാബിലോണിലെ ഊറിലാണ് ഖലീലുല്ലാഹി ജനിച്ചതെങ്കിൽ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ വാർഡുകളിൽ, വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലെ ഊറുകളിൽ അഥവാ അത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ ജനിച്ച് വളർന്നു വന്നവരാണ് നമ്മൾ. ഇവിടെയാണ് നമ്മുടെ ജീവിതവുമായി
ഖലീലുള്ളയുടെ ജീവിതത്തെ നിങ്ങൾ താരതമ്യപ്പെടുത്തേണ്ടത് ജനിച്ചു വീണ നാട്ടിൽ കട്ട പിടിച്ച ഇരുട്ടാണ്, അന്ധകാരമാണ് രാജ്യത്തൊട്ടാകെ. അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായ ബോധമില്ലാത്ത ജനതയാണ്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നേർച്ചയാക്കുന്ന, ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ നിർമ്മിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഒരു കുടുംബത്തിൽ തന്നെ ഖലീലുല്ലാഹി അലൈഹിസ്സലാം ജനിച്ചു വീഴുകയാണ്. പിതാവിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. ആസർ എന്നാണ് അദ്ദേഹത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയായിരുന്നു എന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാം. ആസറിന്റെ ജോലി എന്തായിരുന്നു? അദ്ദേഹം വിഗ്രഹങ്ങളെ തന്റെ കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കി അത് തലച്ചുമടായി അങ്ങാടികളിലൂടെ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന, ശിർക്കിന് വേണ്ട പ്രോത്സാഹനം നടത്തുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാപ്പ. അവിടെയാണ് ഖലീലുല്ലാഹി പറന്നു വീഴുന്നത്. പിച്ചവെച്ച് നടക്കാൻ തുടങ്ങി. വിവേകത്തിന്റെ പ്രായമായപ്പോ, റുഷ്ദ് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നബിയായി കൊണ്ട് നിയോഗിക്കുകയാണ്, റസൂലായി കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി ദഅവത്തിനിറങ്ങലാണല്ലോ ഒരു പ്രബോധകന്റെ ഉത്തരവാദിത്വം. ദഅവത്തിനിറങ്ങലാണല്ലോ ഒരു റസൂലിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരോടാണ് പറയേണ്ടത്? മൊത്തത്തിൽ ജനങ്ങളോടാണല്ലോ പറയേണ്ടത്. പക്ഷേ അവിടെ അദ്ദേഹം ചിന്തിക്കുന്നു, സർവ അമ്പിയാക്കന്മാരും അത് ചിന്തിച്ചവരാണ്. ആദ്യമായി തുടങ്ങേണ്ടത് തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ? കാരണം ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ജനങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത് കടുത്ത ശിർക്കിലാണ്. ആ ശിർക്കിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്ത് കഴിഞ്ഞാൽ സ്വർഗം അവന് നിഷിദ്ധം തന്നെ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അതിൽ നിന്ന് കരകയറ്റേണ്ടത് തന്റെ പിതാവിനെയാണ്, തന്റെ മാതാവിനെയാണ്, തന്റെ കുടുംബങ്ങളെയാണ് എന്ന ബോധമുണ്ടാവുക സ്വാഭാവികമാണല്ലോ. നമുക്കറിയാമല്ലോ, മഹാനായ അന്ത്യപ്രവാചകൻ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യത്ത് ദഅവത്ത് ആരംഭിച്ചപ്പോ അല്ലാഹു അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് നമുക്ക് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമല്ലോ. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഓ നബിയേ, നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് നിങ്ങൾ താക്കീത് നൽകൂ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറഞ്ഞല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃകയാണത്. റസൂലുള്ളാഹിനോട് വരെ അല്ലാഹു തആല പിൻപറ്റാൻ പറഞ്ഞത് അനിത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫാ, ഋജുമാനസനായ ഇബ്രാഹിമിന്റെ മാർഗത്തെ നീ പിൻപറ്റിക്കൊള്ളുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ആരംഭിക്കുകയാണ്. ആദ്യം ആരോട് പറയണം? നമ്മൾ ചിന്തിക്കുക, ഒരു നാട് അന്ധകാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ആരംഭിക്കുന്നു. ആദ്യം തന്നെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുമ്പിൽ വെച്ച് ആരംഭിക്കുകയാണ്. പിതാവിനോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ മോൻ ആലോചിക്കുന്നില്ല. എന്താണ് പ്രതികരണം ഉണ്ടാവുക എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. നമ്മളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം, നമ്മുടെ കുടുംബത്തോട് പറയാൻ എത്ര കാലമാണ് വൈകിക്കാറുള്ളത്? സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് പറയാതെ ഒരൽപ്പമൊക്കെ അകലത്തിലുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. കാരണം അടുത്തുള്ള ആളുകളോട് പറഞ്ഞു തുടങ്ങിയാൽ, തന്റെ കുടുംബത്തോട് പറഞ്ഞു തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വിഘാതമായി വന്നു നിൽക്കാറുള്ളത്. ബാപ്പ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും? എനിക്കാണെങ്കിൽ ഞാൻ പ്രവാസിയാണ്, ഒരുപാട് മോഹങ്ങളുമായി ഗൾഫിലെത്തിയവനാണ്, വീടെടുത്ത് പൂർത്തിയായിട്ടില്ല, അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല, മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഭൗതികമായ സ്വപ്നങ്ങളും താലോലിച്ചുകൊണ്ടാണ് ഞാൻ കടൽ കടന്നിക്കരയെത്തിയത്. ഈ ലീവിന് നാട്ടിലെത്തിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ തൗഹീദ് അടക്കമുള്ള ആദർശം എന്റെ കുടുംബത്തോടോ നാട്ടിലെ പ്രധാനികളോടോ പറഞ്ഞാൽ ഒരുപക്ഷേ എന്റെ പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങിയെന്ന് വരും. എന്നോട് സൗഹൃദം കാണിച്ചിരുന്ന ആളുകൾ, എന്നോട് പുഞ്ചിരിച്ചിരുന്ന മുഖങ്ങൾ, എന്നോട് സൗഹാർദ്ദം പുലർത്തിയിരുന്ന ആളുകളൊക്കെ എന്നോട് ഏറ്റവും വെറുപ്പ് കാണിക്കില്ലേ? എന്റെ ബാപ്പ എന്നോട് ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങുന്നത്?
എന്നൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയ സത്യത്തെ തന്നെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മൂടിവെക്കുന്ന പതിവാണല്ലോ ഇന്ന് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന തഅബൂ വഅസ്ലഹൂ വബയ്യനൂ ഫൗലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മളോട് എല്ലാവരോടും പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന, തീർച്ചയായും മറച്ചു വെക്കുന്ന ആളുകൾ, മൂടിവെക്കുന്ന ആളുകൾ. എന്തിനെ മൂടിവെക്കുന്നു? മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നാം അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തമായ സത്യങ്ങളെയും സന്മാർഗത്തിന്റെ ദർശനങ്ങളെയും മാലോകരോട് പറയാതെ, വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ അത് സമർത്ഥമായി അവതരിപ്പിക്കാതെ മൂടിവെക്കുകയും മറച്ചുവെക്കുകയും ചെയ്യുന്നവനാരോ, അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? ഉലൈക അലൈഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നു, യൽഅനുഹുമുല്ലാഹ് മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കുന്നതാണ്. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവർ മുഴുവൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നമുക്കെതിരെ ശാപത്തിന്റെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വന്നാൽ എത്രമാത്രം അധപ്പതനത്തിലാണ് നമ്മൾ. എന്തേ കാരണം? സത്യം മനസ്സിലാവാഞ്ഞിട്ടല്ല, മനസ്സിലാക്കിയ സത്യം പറഞ്ഞില്ല, പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തോർത്തതിനെക്കുറിച്ച് മിണ്ടിയില്ല, മനസ്സിലാക്കിയ സത്യം അവിടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു, മൂടിവെച്ചു, മറ്റുള്ളവരോട് പറഞ്ഞില്ല. ഇവർക്ക് അല്ലാഹുവിന്റെ ശാപമാണ്. ഇനി അത് ആരെങ്കിലും ചെയ്തുവെങ്കിൽ, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്തുവെങ്കിൽ, ഇനി അതിൽ നിന്നവർക്ക് മോചനമുണ്ടോ? ഉണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇല്ലല്ലദീന താബൂ, പശ്ചാത്തപിച്ച ആളുകൾ ഒഴികെ, വഅസ്ലഹൂ, അവരുടെ പ്രവർത്തനം നന്നാക്കിയവരും ഒഴികെ, വബയ്യനൂ, മൂടിവെച്ചത് വിശദീകരിച്ചു കൊടുത്തവരും ഒഴികെ. മൂടിവെച്ച് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, തന്റേതായ സത്യത്തെ ജനങ്ങളോട് പറയാതെ പല താല്പര്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് പിന്മാറിയ ആളുകൾ, അവരിന് ദഅവത്തിന്റെ മേഖലയിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു എങ്കിൽ അവർ ചെയ്യേണ്ടത്, അവരിതുവരെ ജനങ്ങളോട് പറയാതെ മൂടിവെച്ച സത്യങ്ങൾ അവർ പറയലാണ് അതിനുള്ള പരിഹാരം. അത്തരക്കാർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഈ വാചകം ഞാൻ ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് തന്നെ വരട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ലയോ പിതാവേ, നിങ്ങൾ എന്തിനാണ് കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരവും ചെയ്യാത്തവയെ നിങ്ങൾ ആരാധിക്കുന്നത്? നോക്കണം നിങ്ങൾ ആ ധൈര്യം. ബാപ്പയോടാണ് ചോദിക്കുന്നത്. ബാപ്പയാരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിഗ്രഹത്തിന്റെ മൊത്തക്കച്ചവടക്കാരനാണ്. നമ്മുടെ ഭാഷയിൽ ഹോൾസെയിൽ വ്യാപാരിയാണ്. ആ ആസറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മോനെ ചോദിക്കുന്നു, ലിമ തഅബുദു, എന്തിനാണ് ഉപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? കേൾക്കാത്ത കാണാത്ത ഉപകാരം ചെയ്യാത്തതിനെ എന്തിനെ ആരാധിക്കുന്നു? അതുകൊണ്ട് എന്റെ ഉപ്പയോട് ഞാൻ പറയട്ടെ, ഇത്രകാലം എനിക്ക് എല്ലാ രൂപത്തിലുള്ള സംരക്ഷണവും തന്ന എന്ന പിതാവിനോട് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോ എന്റെ ഉപ്പ തെറ്റിദ്ധരിക്കേണ്ടതില്ല, എവിടുന്നാടോ നിനക്ക് ഈ പുതിയ ഇൽമുകൾ കിട്ടിയതെന്ന്. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയാ. ഓ പിതാവേ, എനിക്ക് നിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലാഹുവിങ്കിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. ഫത്തബിഅനി, എന്നെ ഉപ്പ പിൻപറ്റണം, എങ്കിൽ നിങ്ങളെ ചൊവ്വായ റൂട്ടിലേക്ക് ഞാൻ എത്തിച്ചു തരാം എന്ന് ബാപ്പയോട് പറഞ്ഞു. തീർന്നില്ല, വീണ്ടും പറയുന്നു. എന്ത്? ബാപ്പ ഇപ്പൊ ഇബ്ലീസിന്റെ മാർഗത്തിലാണ്. ബാപ്പ, നിങ്ങൾ ശൈത്താന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇനിയും തുടരരുത്. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ആ
മാർഗത്തിൽ നിന്ന് എന്റെ ബാപ്പ മാറുന്നില്ലെങ്കിൽ ഞാൻ എന്തൊരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്റെ ബാപ്പയോട് പറയുന്നത് എന്ന് എന്റെ ബാപ്പ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നു, പിതാവേ, ഇന്നി അഖാഫു അയ്യമസ്സക അദാബുൻ മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയാ. അല്ലയോ പിതാവേ, ഞാനിതാ വല്ലാതെ പേടിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു ഉപ്പ, എന്റെ ഉപ്പക്ക് ബാധിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അദാബുൻ മിനർ റഹ്മാൻ, പരമകാരുണികനിൽ നിന്നുള്ള വല്ല ശിക്ഷയും എന്റെ ഉപ്പാക്ക് ബാധിച്ചേക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. എത്ര തന്മയത്വത്തോടുകൂടിയുള്ള, എത്ര ധീരമായ, എത്ര നട്ടെല്ലുള്ള, എത്ര ചങ്കൂറ്റത്തോടുകൂടിയുള്ള പ്രബോധന പ്രവർത്തനത്തിന്റെ മാതൃകയാണ് മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം കാഴ്ചവെക്കുന്നതെന്ന് നോക്കൂ. ബാപ്പയുടെ പ്രതികരണം എന്താ? സ്വാഭാവികമായും പ്രതീക്ഷിച്ച പ്രതികരണം. അല്ലെങ്കിൽ എന്താണ് പ്രതികരണം ഉണ്ടാകേണ്ടത് എങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളും അവരുടെ പ്രവാചകന്മാർക്ക് കൊടുത്ത മറുപടി, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ബാപ്പ പറയുന്നുവെന്ന്, മോനെ, നീ പറയുന്ന വാദത്തിൽ നിന്ന് നീ പിന്മാറിയിട്ടില്ലെങ്കിൽ, അവിടെ നമ്മൾ നോക്കണം, യാ ബുനയ്യ എന്ന് വിളിച്ചിട്ടില്ല. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക ഫഹ്ജുർനി മലിയാ. ഇബ്രാഹിമേ, ഇറങ്ങടാ പുറത്ത്, എന്റെ മുമ്പിൽ നിന്ന് നിന്നെ കണ്ടുപോകരുത്. എന്റെ മുമ്പിൽ നീ ഇനിയും നിന്നാൽ എന്റെ കാക്കകാരണവന്മാരായ ആളുകളൊക്കെ ബഹുമാനിച്ചു പോന്ന ഞങ്ങളുടെ ആരാധ്യന്മാരോടൊക്കെ വെറുപ്പും വിമുഖതയും കാണിക്കുന്ന നിനക്ക് ഇനി എന്റെ മുമ്പിൽ സ്ഥാനമില്ല. അതുകൊണ്ട് ഇറങ്ങണം. അതല്ലെങ്കിൽ അർജുമന്നൊക്കെ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് സ്ഥലം വിട്ടോ. ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയോ? നമ്മളാണെങ്കിൽ പതറില്ലേ? എവിടേക്ക് പോകാനാണ്? ആരോടാ പറയേണ്ടത്? ഇന്നൊക്കെ നമ്മൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പാർട്ടി ഓഫീസുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. ബാപ്പ പുറത്താക്കിയാലും നിന്നെ ഞങ്ങൾ എടുത്തോളാമെന്ന് പറയാൻ ഇന്ന് നമുക്കൊക്കെ ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെ കണ്ടിട്ടാണ് ബാപ്പയോട് സത്യം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്? നാട്ടുകാരുടെ സ്ഥിതി നമുക്കറിയാമല്ലോ, ഖുർആൻ അത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ അവസരത്തിൽ പിതാവ് പുറത്താക്കിയ നേരത്തും ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് ആദർശത്തിന്റെ വിഷയത്തിലൊന്ന് മുട്ടുമടക്കാനോ പിതാവിന്റെ മുമ്പിൽ തലകുലിക്കാനോ തയ്യാറാകാതെ ഇറങ്ങിപ്പോവുകയാണ്. സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയാ വഅഅ്തസിലുകും വമാ തദൂന മിൻ ദൂനില്ലാഹ് വഅദൂ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയാ. എത്ര ധീരമായ പ്രഖ്യാപനം! ഇറങ്ങുകയാണ് ഞാൻ, ഇനി നിൽക്കുന്നില്ല. പക്ഷേ എന്റെ ബാപ്പയുടെ വിവരക്കേടിനല്ലാതെ എന്താണ്? എന്റെ ബാപ്പക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചേക്കും. പൊറുക്കലിനെ ചോദിക്കൽ മുടക്കിയിട്ടില്ലാത്ത സമയത്താണ് ആ പ്രഖ്യാപനം. എന്റെ ബാപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറയും വഴിയേ നിങ്ങളെയും നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സകലത്തിൽ നിന്നും ഞാനിതാ ഒഴിവായിരിക്കുന്നു. ഇറങ്ങുകയാണ് ഞാൻ. വഅദൂ റബ്ബി, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ. എന്റെ റബ്ബിന്റെ കാര്യത്തിൽ എനിക്ക് നിരാശയില്ല, എനിക്ക് ദൗർഭാഗ്യം തോന്നുന്നില്ല, എന്റെ ഭാഗ്യം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പടിയിറങ്ങുന്നു. നാട്ടിലേക്കാണ് ഇറങ്ങുന്നത്. നാട്ടിലാരാ സ്വീകരിക്കാൻ? കുറെ കാലം അദ്ദേഹം ദഅവത്ത് നടത്തി. വളരെ കുറഞ്ഞ ആളുകളെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് കിട്ടിയത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിക്കുന്നവരോടും ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളോടും അദ്ദേഹം വെട്ടിത്തുറന്ന് സത്യം പറഞ്ഞു. വളരെ കൃത്യമായ രൂപത്തിൽ അവരുടെ മുമ്പിൽ അവരുടെ ആദർശത്തിന്റെ പാപ്പരത്വം, വിഡ്ഢിത്തം അവരെ ബോധ്യപ്പെടുത്തി. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഏതാനും ആളുകൾ, ആ ആളുകൾ ആ നാട്ടിൽ ന്യൂനപക്ഷമാണ്. മഹാഭൂരിപക്ഷം വരുന്ന മുശ്രിക്കുകളാണ്, എതിരാളികളാണ്. ഒരുപാട് രൂപത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് വേണ്ടി തയ്യാറായ ജനതയാണ്.
ആ ജനതയുടെ മുമ്പിൽ വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള ചുരുക്കം മുഅ്മിനീങ്ങളും വരുന്ന ആളുകൾ അവിടെ വെച്ച് ആ ജനങ്ങളോടൊരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനത്തിൽ ലോക മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് അല്ലാഹു നിങ്ങൾ ആദ്യം ഓതി കേൾപ്പിച്ച വചനത്തിലൂടെ പഠിപ്പിച്ചത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഫീ ഇബ്രാഹീമ, ഇബ്രാഹീമിലും വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന വിശ്വാസികളിലും. ഏതിലാണ് മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം. എന്താ അവർ പറഞ്ഞതെന്നോ? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ഞങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളിൽ നിന്നും ആ രീതികളിൽ നിന്നുമെല്ലാം ഞങ്ങളും നിങ്ങളും തമ്മിൽ ഇതാ ഒഴിവാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ ഇതാ നിഷേധിച്ച് തള്ളിയിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാ അബദാ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വിദ്വേഷവും പകയും ഇതാ സ്ഥിരപ്പെട്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ സൗഹാർദ്ദം പുലർത്തണമെങ്കിൽ, ഇനി നമ്മൾ തമ്മിൽ യോജിപ്പിലെത്തണമെങ്കിൽ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു, ഏകനായ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതുവരെ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഇനി ബന്ധമില്ല. ഞങ്ങളുടെ ആദർശം വേറെയാണ്, നിങ്ങൾ വേറെയാണ്. മറ്റുള്ള ലോകങ്ങളൊക്കെ നിലനിൽക്കുമെങ്കിലും ആദർശത്തിന്റെ വിഷയത്തിൽ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ല എന്ന് കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാമും ജനങ്ങളും അന്നാട്ടിലെ മഹാഭൂരിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതിൽ ലോക മുസ്ലിമീങ്ങളെ, ഖുർആൻ വായിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടായിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്ത് സപ്പോർട്ട് ഉണ്ടായിട്ടാണ്, ആരുടെ സഹായം കണ്ടിട്ടാ ഇബ്രാഹിം അലൈഹിസ്സലാം വിശ്വാസികളും ഇത് പ്രഖ്യാപിക്കുന്നത്? ആരാ നാട്ടിൽ ഭൂരിപക്ഷമുണ്ടോ? ചെറിയ ഒരു ന്യൂനപക്ഷം ആളുകളാ. അവരാണ് പ്രഖ്യാപിക്കുന്നത്, ഞങ്ങൾ ആദർശത്തിൽ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നമല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പിച്ചുകൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ വേറെ, നിങ്ങൾ വേറെ. ഞങ്ങളുടെ വിശ്വാസമല്ല നിങ്ങളുടേത്, നിങ്ങളുടെ സകലത്തിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. ഇനി നമ്മൾ തമ്മിൽ യോജിക്കണമെങ്കിൽ ഏകനായ അല്ലാഹുവിനുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾ അടിയുറച്ച് തിരിച്ചു വരണം. അതുവരെ ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ധീരമായി ആദർശത്തിൽ ഉറച്ചു നിന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിലും അദ്ദേഹത്തെ പിൻപറ്റിയ വിശ്വാസികളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, നമ്മുടെ നാടുകളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഇബ്രാഹിമുമാരെ ഏറെ ആവശ്യമുള്ള ഊറ് പട്ടണങ്ങൾ പോലെയുള്ള രാജ്യങ്ങളല്ലേ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ മിക്ക സ്ഥലങ്ങളും. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആവശ്യമായ നാടുകൾ നമ്മിൽ ആസറുമാര് ഇഷ്ടം പോലെയുണ്ട്, നമ്രൂദുമാര് ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെമ്മാടികളുടെ പ്രതിനിധികൾ രാജ്യത്തുണ്ട്. അവരെ നന്നാക്കിയെടുക്കുവാൻ നമ്മൾ ഇബ്രാഹിമുകളുണ്ടോ? അവരെ പിൻപറ്റിയ ധീരമായ വിശ്വാസികളുണ്ടോ? ഇല്ല എന്നതാണ് ഇന്ന് തെളിഞ്ഞു വരുന്ന ചിത്രം. പക്ഷേ നമ്മൾ അതിന് ഒരുങ്ങേണ്ടവരാണ്. നിങ്ങൾ നോക്കൂ, പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നമ്മളൊരു പ്രദേശത്ത് എത്തുമ്പോ ആ പ്രദേശത്തുള്ള ജനവികാരം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനെന്ന്. ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് പറയേണ്ടത്. ആദ്യം ജനങ്ങളുടെ കയ്യടി കിട്ടുന്ന, ജനങ്ങളുടെ മാനസികമായ സപ്പോർട്ടും സഹായവും പിന്തുണയും ലഭിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ മനസ്സുകളെ നമ്മളിലേക്ക് ഇണക്കിക്കൊണ്ടുവരാൻ കാലം കുറെ പണിയെടുത്തിട്ട് അവരുടെ മനസ്സ് നമ്മളിലേക്ക് ഇണങ്ങിയെന്ന് കണ്ടാലാണ് അവർക്ക് വെറുപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് എന്ന ഒരു പ്രചരണം, എന്ന ഒരു പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം ഇന്ന് ചില സംഘടനകളൊക്കെ നമ്മുടെ മുമ്പാകെ വെക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ വെട്ടി തുറന്നു പറയല്ലേ, ഇങ്ങനെ നിങ്ങൾ ഈ ആദർശം ഇങ്ങനെ പറയല്ലേ, ജനങ്ങൾ വെറുക്കും. അതുകൊണ്ട് ജനങ്ങൾ വെറുക്കാതിരിക്കാൻ വേണ്ടത് എന്താണെന്നോ, ആദ്യം ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കി തീർക്കണം. ഒരു നാട്ടിൽ പോയാൽ അതിനെന്ത് വേണം? ആ നാട്ടിലെ ഹോസ്പിറ്റലിന്റെ പരിസരങ്ങൾ ശുചീകരിക്കണം.
അതുപോലെ തന്നെ ആ നാട്ടിലെ ബസ് സ്റ്റാൻഡുകൾ ശുദ്ധീകരിക്കണം. അതുപോലെ തന്നെ ക്യൂവിൽ നിന്ന് കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. രോഗികൾക്ക് മരുന്നെത്തിച്ചു കൊടുക്കണം. ദരിദ്രർക്ക് വസ്ത്രം വിതരണം ചെയ്യണം, ഭക്ഷണം വിതരണം ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോ നമ്മെക്കുറിച്ച് ആളുകൾക്കൊരു നല്ല മതിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അവരോട് സത്യമങ്ങ് പറഞ്ഞാൽ ഉടനെ അവർ സ്വീകരിക്കുന്നത് കാണാം. അതല്ലെങ്കിലോ നമുക്ക് കല്ലേറുണ്ടാകും, ചീമുട്ടയേറുണ്ടാകും, കൂക്കുവിളിയുണ്ടാകും, പരിഹാസമുണ്ടാകും. അപ്പൊ നമ്മുടെ ശൈലീദോഷത്തിന്റെ കുഴപ്പം കൊണ്ടാണ് മഹല്ലുകൾ ബഹിഷ്കരിക്കപ്പെടുന്നത്, രാജ്യത്തൊട്ടാകെ നമുക്ക് അക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ജനങ്ങളോട് തൗഹീദ് വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന ആളുകൾ തന്നെ ഇനി അതത്ര കണിശമായി പറയേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രൂപത്തിലുള്ള ആദർശത്തിലേക്ക് ചേക്കേറിപ്പോകുന്ന അവസരത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ ആലോചിച്ചു നോക്കൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറാഖിൽ എന്ത് ഗ്രൗണ്ട് സപ്പോർട്ടാ ഉണ്ടായിരുന്നത്? ആരാ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നത്? ഇനി ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ആളുകളൊക്കെ ഇങ്ങോട്ട് വരും എന്നാണോ ചരിത്രം പഠിപ്പിക്കുന്നത്? മറിച്ചല്ലേ ചരിത്രം നമുക്ക് നൽകുന്ന വ്യക്തമായ അറിവ്? മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യത്ത് ദഅവത്ത് തുടങ്ങുന്നതിന്റെ മുമ്പത്തെ സ്ഥിതി എന്താണ്? ആ രാജ്യത്ത് അല്ലമീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയ ഏക പുരുഷനുണ്ടെങ്കിൽ അത് മഹാനായ മുത്തു മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നു എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. വേറെ ആരെക്കുറിച്ചും അവർക്ക് അഭിപ്രായമില്ല. എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്നു, അബ്ദുള്ളയുടെ മോൻ കരീമാണ്, മാന്യനാണ്, വിശ്വസ്തനാണ്, ആർക്കും ഒരു സംശയവുമില്ല. രാജ്യത്തൊട്ടാകെയുള്ള മുഴുവൻ ആളുകളുടെയും ജനപിന്തുണ. മറ്റൊരു ഭാഷയിൽ, ഇന്നത്തെ ചില ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രൗണ്ട് സപ്പോർട്ട് മക്കയിൽ മുഴുവൻ റസൂലുള്ളയുടെ നേരെയാണ്. എല്ലാ പിന്തുണയുമുള്ള മഹാനായ അഷ്റഫുൽഖൽക്ക് രാജ്യമൊട്ടാകെ ഖലീലുള്ള പോകുന്നത് കണ്ടാൽ സന്തോഷത്തോടുകൂടി മഹാനായ മുത്ത് മുസ്തഫയെ, അന്ന് കേവലം മുഹമ്മദാണ്, റസൂലുള്ളയായിട്ടില്ല, ആ പ്രായത്തിൽ ഇങ്ങനെ പോകുമ്പോ ആദരവോടുകൂടി മട്ടുപ്പാവകളിൽ നിന്ന് സ്ത്രീകൾ എത്തി നോക്കുന്ന ആളുകൾ, പഞ്ചായത്തിന് വിളിക്കുന്ന, മധ്യസ്ഥത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, എത്രത്തോളം പരിശുദ്ധ കഅബാലയം പുതുക്കി നിർമ്മിച്ചപ്പോ ആ പരിശുദ്ധ ഹജറുൽ അസ്വദ് അവിടെ സ്ഥാപിക്കേണ്ടുന്ന വിഷയത്തിൽ തർക്കം വന്നപ്പോ അവർ റസൂലുള്ളാഹിയുടെ തീരുമാനത്തിന് അഥവാ മുഹമ്മദിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത ആളുകളാണ്. അങ്ങനെയൊക്കെ ജനങ്ങൾക്കിടയിൽ നല്ല പിന്തുണ ഉണ്ടായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തിനാ പിറന്ന മണ്ണിൽ നിന്ന് മദീനയിലേക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നത്? എന്തിനാണ് ആക്രമിക്കപ്പെടേണ്ടി വന്നത്? എന്തിനാണ് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്? എന്തിനാണ് സ്വഹാബിമാർ ആദ്യം അബ്സീനിയയിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നത്? എവിടെയാണ് നിങ്ങൾ ചരിത്രം പഠിക്കേണ്ടത്? എത്രമാത്രം ജനപിന്തുണയുള്ള നേതാവായിരുന്നു മുഹമ്മദ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയുക്തനായപ്പോൾ അദ്ദേഹം ഈ സത്യമങ്ങ് വെട്ടിത്തുറന്നു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ഏറ്റവും പ്രത്യക്ഷമായ പദങ്ങൾ അങ്ങ് ഉച്ചരിച്ചപ്പോ ഇതുവരെ അല്ലമീൻ എന്ന് വിളിച്ചാദരിച്ച ആളുകൾ ആ പേര് മാറ്റി വിളിച്ചുപോയി. മജ്നൂൻ, സാഹിർ, ഷാഇർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ അവർ കൂക്കി വിളിക്കാൻ തയ്യാറായി. ഇവൻ കേവലം ഒരു കവിയാണ്, ഒരു ജാലവിദ്യക്കാരനാണ്, ഒരു മജീഷ്യനാണ്, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഫിത്നയുണ്ടാക്കാൻ വന്നവനാണ്. അൻതല്ലദീ ഫറഖ്ത ജമാഅതനാ, ഈ നാട്ടിലെ മഹല്ലിന്റെ ഐക്യം തകർത്തവനാണ് നീ. വസബബ്ത ആലിഹതനാ, ഞങ്ങളുടെ ഇലാഹുകളെയൊക്കെ തെറി വിളിച്ചവനാണോ മുഹമ്മദേ നീ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ കൂക്കി വിളിക്കാൻ പിള്ളേരെ ഏർപ്പാട് ചെയ്ത രാജ്യം. അമ്മാമന്മാരുടെ നാട്ടിൽ പോയാലെങ്കിലും രക്ഷയുണ്ടാകുമെന്ന് വിചാരിച്ചു തായിഫിന്റെ മലമടക്കുകൾ കയറി ഇറങ്ങിയിട്ട് ആ പ്രദേശത്ത് ദഅവത്തിലെത്തിയപ്പോ തെണ്ടിപ്പിള്ളേരെ വിട്ടുകൊണ്ട് എറിഞ്ഞോടിച്ച ചരിത്രമല്ലേ റസൂലുള്ളാഹിയുടേത്? എന്തേ റസൂലുള്ളാഹിക്ക് അവിടെ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ കുറവുണ്ടായിരുന്നോ? ജനപിന്തുണയുടെ കുറവുണ്ടായിരുന്നോ? ജനങ്ങൾക്ക് റസൂലുള്ളാഹിനെ പറ്റി രണ്ടഭിപ്രായമുണ്ടോ? ഇല്ല. എല്ലാവരും
പൂർണ്ണമായും ഏകമായ അഭിപ്രായം പറഞ്ഞിരുന്ന മുത്ത് മുസ്തഫ സത്യമങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോ അതുവരെ കണ്ടിരുന്നവർക്ക് കണ്ടുകൂടാത്തവനായി, അതുവരെ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നവർക്ക് ചതിയനായി, വഞ്ചകനായി, കള്ളനായി, മാരണക്കാരനായി, കവിയായി, തോന്നിയാസക്കാരനായി, ഭിന്നിപ്പിന്റെ ആളായി, ഈ രൂപത്തിലൊക്കെ റസൂലുള്ളാഹിനെ ഒരു പേര് മാറ്റി വിളിച്ചു. ഇതാ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങളൊരാൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അയാളുടെ സപ്പോർട്ട് വാങ്ങിയാലും നിങ്ങൾ അയാളെ ഇസ്ലാമികമായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോ ഒരുപക്ഷെ അയാൾ സ്വീകരിച്ചെന്നിരിക്കും, ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞെന്നിരിക്കും. അതല്ല നമ്മുടെ ഉത്തരവാദിത്തം. നാം ജനങ്ങളോട് സത്യം വ്യക്തമായി പറയണം. അത് സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, തിരസ്കരിക്കുന്നവർ തിരസ്കരിച്ചു കൊള്ളട്ടെ. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. നാം നമ്മുടെ നാടുകളിലൊക്കെ പോയാൽ നാം ഇസ്ലാമിന്റെ ഈ സന്ദേശം എത്തിക്കാറുണ്ടോ? ബലിപെരുന്നാൾ ആഘോഷിച്ചിരിക്കുന്ന വേളയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയോട് സത്യം പറഞ്ഞു, വീട്ടിൽ സത്യം പറഞ്ഞു, നാട്ടിൽ സത്യം പറഞ്ഞു. എതിർപ്പുകൾ ഉണ്ടായി. ആ എതിർപ്പിന്റെ പേരിൽ ചൂളി നിന്നുകൊണ്ട് ദഅവത്തിന്റെ മേഖലയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിപ്പോയിട്ടില്ല. ധീരമായ മുന്നേറ്റം തന്നെ നടത്തി. ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായപ്പോഴും പടച്ചവൻ അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഖുർആൻ നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ സുദീർഘമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തുമാത്രം ത്യാഗങ്ങളാണ് സഹിച്ചത്, എന്തുമാത്രം പ്രയാസങ്ങളാണ് സഹിച്ചത്. നമ്മളാണെങ്കിൽ ഇന്ന് ഒരാളോട് സത്യം പറയോ? നമ്മൾ അടുത്ത ഒരാളോടാ പറയാൻ മടി, അകലുള്ള ആളോട് പറയാൻ പ്രശ്നമില്ല. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല. അതാണ് ഈ വ്യത്യാസം. നമുക്കെന്തെങ്കിലും ഭൗതികമായ ആനുകൂല്യങ്ങൾ തരുന്ന വ്യക്തിയിൽ ഒരു തെറ്റ് കണ്ടാൽ നമുക്ക് പറയാൻ പ്രയാസമാണ്. അത്ര തന്നെ നമ്മളോട് അടുപ്പല്ലാത്ത അകന്ന ആളോടാണ് പറയാൻ തിടുക്കം. എന്താ കാരണം? നമ്മൾ ചിന്തിക്കണം, അവനോടിപ്പോ പറഞ്ഞാൽ ഞാനും അവനുമായി തെറ്റും, ഞാനും അവനുമായി വർഷങ്ങളോളം നിലനിന്നിരുന്ന സൗഹാർദ്ദം തകരും, ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നതാണ് നഷ്ടപ്പെടും. ഈ ഭൗതികമായ ചിന്ത കൊണ്ടാണ് നമ്മൾ ഏറ്റവും അടുത്തവരോട് പറയാത്തത്. വാസ്തവത്തിൽ ഏറ്റവും അടുത്തവരോടല്ലേ നമ്മൾ ആദ്യം പറയേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെയല്ലേ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നമുക്ക് ബാധ്യസ്ഥരായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. പടച്ചവനെ, ഞാൻ ഈ മനസ്സിലാക്കിയ സത്യം ഞാൻ എത്ര ആളോട് പറഞ്ഞു? ഞാൻ എന്റെ ബാപ്പയോട് പറഞ്ഞോ? എങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാ ഞാനെന്ന് എന്തിനാ പറയുന്നത്? ഞാൻ എന്റെ കുടുംബത്തോടത് പറഞ്ഞോ? ഞാൻ ആ വിഷയത്തിൽ എന്താണ് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു 100 അയലത്ത് എത്താൻ കഴിയില്ലെങ്കിലും പടച്ചവനെ, എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? അതല്ല ഞാൻ വെറുതെ ഇരിക്കുകയാണോ? ഞാൻ നന്നായാൽ മതി എന്ന ചിന്തയാണോ? ഇത് നമ്മളെ ഈ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ അവസരത്തിൽ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഇഷ്ടപ്പെട്ടതെന്തും അല്ലാഹു തആല പറഞ്ഞാൽ അങ്ങ് സമർപ്പിക്കാൻ തയ്യാറായ ചരിത്രമാണ്. അതാണല്ലോ അല്ലാഹു തആല അദ്ദേഹത്തിന് മദ്ഹായി പറഞ്ഞത്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. മുസ്ലിമാകൂ, സമ്പൂർണമായി അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങൂ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയേണ്ട താമസം അസ്ലംതു, അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാനിതാ പരിപൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നു. പരിപൂർണമായി അല്ലാഹുവിന്റെ എന്ത് കൽപ്പനയും നടപ്പാക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ. ഈ വിധത്തിൽ ഇഷ്ടപ്പെട്ട അവസാനം കിട്ടിയതാണ് ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ അറുക്കണം എന്നാണ് കൽപ്പന. എന്താണ് ഇതിലൊക്കെയുള്ള ത്യാഗം? പറയാനെന്ത് എളുപ്പാണ്, ലേഖനം എഴുതാനെന്ത് എളുപ്പാണ്. ബലിപെരുന്നാളിന്റെ അവസരത്തിൽ ബലിയുടെ ത്യാഗം. നമ്മളായിരുന്നു ആ പിതാവിന്റെ സ്ഥാനത്തെങ്കിൽ എന്താണ് മറുപടി പറയുക? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വപ്നത്തിലാണ് നിർദ്ദേശം മോനെ അറുക്കണമെന്ന്. ആ നിർദ്ദേശം കേട്ട അവസരത്തിൽ അതാ മോനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا إنا كذلك نجزي المحسنين وفديناه بذبح عظيم وتركنا عليه في الآخرين.
അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ചിന്തിച്ചു നോക്കണം നിങ്ങൾ, അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. സ്വപ്നം കണ്ട അവസരത്തിൽ മോനെ ഇസ്മായിലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, കുഞ്ഞുമോനെ നിന്നെ അറുക്കണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. എന്തു പറയുന്നു? മോന്റെ മറുപടി, പിതാവേ അല്ലാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്ഷമാലുവായി കിടന്നു തരാം. അവർ രണ്ടാളും അതിനു വേണ്ടി ഒരുങ്ങി. കത്തിയും കയറുമായി മോനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി മിനായിലെ മലമടക്കുകളിൽ കമഴ്ത്തിക്കിടത്തി. രണ്ടാളും അല്ലാഹുവിന്റെ കൽപ്പനക്ക് പരിപൂർണമായി കീഴൊതുങ്ങിയ നേരമാണ്. ഫലമ്മാ അസ്ലമാ, രണ്ടാളും അല്ലാഹുവിന്റെ കൽപ്പനക്ക് സമ്പൂർണമായി കീഴ്പ്പെട്ടുകൊണ്ട് കൃത്യനിർവഹണത്തിന് വേണ്ടി ഒരുങ്ങി. വതല്ലഹു ലിൽ ജബീൻ, നെറ്റിത്തടം അതാ ഭൂമിയിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് നെറ്റിത്തടം നിലത്ത് സ്പർശിച്ച് മോനെ അറുക്കാൻ വേണ്ടി തയ്യാറെടുപ്പോടുകൂടി കത്തിയങ്ങെടുത്ത് അറുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്തതാ വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, ഓ ഇബ്രാഹീമേ ഖദ് സദ്ദഖ്ത റുയാ, സത്യം നീ നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇബ്രാഹീമേ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുക. പകരം അല്ലാഹു അറുക്കാനുള്ള മറ്റൊന്നിനെ പകരം നൽകി. ലോക മുസ്ലിമീങ്ങൾക്കടാ പിൽക്കാലത്തേക്ക് പിൽക്കാലത്തുള്ള ആളുകൾക്ക് അതൊരു ചര്യയായി അവിടെ നിലനിർത്തി. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഇതിലൊരു വലിയ പാഠമില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ പ്രവർത്തനം, മകനോടുള്ള ചോദ്യം, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഈ മറുപടി, അവരതിന് തയ്യാറായിക്കൊണ്ടുള്ള പോക്ക്, മകനെ അറുക്കാൻ വേണ്ടിയുള്ള കിടത്തൽ, അതിനു വേണ്ടിയുള്ള ഒരുക്കപ്പാടുകൾ, എല്ലാത്തിലും വലിയ ത്യാഗമുണ്ടെന്നാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് സത്യവും. പക്ഷേ ഇവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു ആദർശത്തെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടോ, അതേ ആദർശത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ ശിർക്കിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി മഹാന്മാരായ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാർക്കുമൊക്കെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളടക്കം വരാൻ പോകുന്ന ഭാവിയിലെ മുഴുവൻ മറഞ്ഞ കാര്യങ്ങളും കൃത്യമായി അറിയുവാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് പലതവണ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളത് ഈ ചരിത്രവുമായി ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തിൽ ത്യാഗമുണ്ടെന്നാണോ ഇല്ലെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ലോക മുസ്ലിമീങ്ങൾ പറയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രവർത്തനത്തിൽ വലിയ ത്യാഗമുണ്ട്. കാരണം എന്താ? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ ചില സുഹൃത്തുക്കളുടെ വർത്തമാനം കേട്ടാൽ എന്താണ് തോന്നുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രവർത്തനത്തിൽ എന്ത് ത്യാഗമാവുള്ളത്? കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള മുഴുവൻ മറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ത്രികാലത്തെക്കുറിച്ചുള്ള സർവ്വ വർത്തമാനങ്ങളും എന്നാണ് അവരുടെ വ്യാഖ്യാനം. എല്ലാ അറിവുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അതുപോലെ തന്നെ അമ്പിയാക്കന്മാർക്കുമൊക്കെ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മറുപടി പറയണം, അല്ലെങ്കിൽ അവർ ആലോചിക്കണം. എന്ത്? ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇനി എന്താണ് വിലയുള്ളത്? ഇബ്രാഹിം നബിക്ക് എല്ലാം അറിയാം, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാം. അള്ളാഹ് അറുക്കാൻ പറഞ്ഞപ്പോഴേ ഇബ്രാഹിം നബിക്കറിയാം ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ എന്റെ മോനെ പിടിച്ച് കത്തിയും കയറുമായി മിനായിലേക്ക് പോകും, മിനായിൽ ഞാൻ ഇങ്ങനെ കിടത്തിക്കഴിയുമ്പോ കത്തി കൊണ്ട് ഇങ്ങനെ അണച്ചിട്ട് ഇങ്ങനെ അറുക്കാനൊരുങ്ങുമ്പോ അള്ളന്നോട് വിളിക്കും, ഇബ്രാഹിമെ വേണ്ട, പകരം മാടിനെ അറുത്താൽ മതി. അതുപോലെ തന്നെ ഇസ്മായിലിനോടുള്ള ചോദ്യം, അപ്പൊ ഇസ്മായിലിനും അറിയാമെന്ത്? ഇതൊക്കെ ബാപ്പയും അള്ളയും ഞങ്ങളും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? കാരണം ഞങ്ങൾ നബിമാരി എന്ന് പറഞ്ഞാൽ ആലിമുൽ ഗൈബ് എന്ന വിശേഷണം ഞങ്ങൾക്കുണ്ടല്ലോ, മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിവുള്ളവർ. പിന്നെ എന്തേ ഞങ്ങളും അള്ളയും തമ്മിൽ വിശ്വാസമുള്ളൂ? അള്ളാഹുവിന്റെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നത് സ്വയം കഴിവ് കൊണ്ടാണ്, മറ്റുള്ളവർക്കൊക്കെ അള്ള കൊടുത്ത കഴിവ് കൊണ്ടാണ് എന്ന വിശ്വാസമേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും സൃഷ്ടികൾക്കും ഉണ്ട്.
പറയുന്നുണ്ട്, അല്ലാഹു ഖാലിഖാണ്, സൃഷ്ടികളും ഖാലിഖാണ്. അല്ലാഹു കേൾക്കുന്നവനാണ്, സൃഷ്ടികളും കേൾക്കുന്നവനാണ്. അല്ലാഹു കാണുന്നവനാണ്, സൃഷ്ടികളും കാണുന്നവനാണ്. പിന്നെ എന്താണ് വ്യത്യാസം? അല്ലാഹു കാണുന്നത് സ്വയം കഴിവുകൊണ്ടാണ്, അല്ലാഹു കേൾക്കുന്നത് സ്വയം കഴിവുകൊണ്ടാണ്. അഥവാ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാതെ സ്വയം പര്യാപ്തനും സ്വയംഭൂവുമായ സമദീയത്ത് അല്ലാഹുവിന് മാത്രമേയുള്ളൂ, മറ്റാർക്കും അതില്ല. മറ്റുള്ളവരൊക്കെയും ഇവിടെ പലതും പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പലതും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ടാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ തൗഹീദായി, സുന്നത്ത് ജമാഅത്തായി എന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയോട് പറഞ്ഞല്ലോ, എന്ത്? ബാപ്പ യാ അബതിഫ് അൽ മാ തുഅ്മർ. അത് പറഞ്ഞതിൽ എന്ത് ത്യാഗമുള്ളത്? ബാപ്പ കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ. അത് പറയുമ്പോ തന്നെ ഇവരുടെ ഭാഷയിൽ ഇസ്മായിലിന്റെ മനസ്സിലുണ്ടത് ഇതൊന്നും നടക്കൂലാന്നേ. ഇത് ബാപ്പന്റെ കത്തിയും കയറൊറ്റങ്ങനെ കൊണ്ടുപോകും, മീനയിൽ കടത്തും. അപ്പൊ അള്ള വിളിക്കും, ബാപ്പനെ ഇബ്രാഹിമെ അർക്കണ്ട, പകരം മാടിനെ ചേർത്താൽ മതി. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകനും ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന പ്രവാചകനും അള്ളാഹുവും തമ്മിൽ നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അവര് തമ്മിൽ നടത്തിയ ഒരു നാടകം കളി. അതല്ലാതെ ഇതിപ്പോ എന്താ പറയാ? കാരണം ഒരു ത്യാഗവും അതിലില്ല. മോനെ അർക്കണം എന്ന് പറയുന്നു, അപ്പൊ തന്നെ അറിയാം അർക്കേണ്ടി വരില്ല. മകൻ പറയുന്നു, വാപ്പ കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ, മോനറിയാ അർക്കേണ്ടി വരില്ല. പിന്നെന്ത് ത്യാഗാതിലുള്ളത്? അപ്പൊ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുസ്ലിമിന്റെ വിശ്വാസം തന്നെ തകരാറിലാവുകയാണ്. ഇവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആനിലെ ഈ സംഭവ വിവരണം കേവലം ഒരു നാടകം കളിയാണ്. അങ്ങനെ വിശ്വസിക്കാനോ പറയാനോ ഒരു മുസ്ലിമിന് പറ്റുമോ? ഇനി അവർക്ക് വിശ്വസിക്കാൻ, ഇനി നമ്മൾ അല്ലെങ്കിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്മായിൽ അലൈഹിസ്സലാമിനും വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയില്ലായിരുന്നു, അവർക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അതുകൊണ്ടാണത് ത്യാഗമായത്. ഈ രണ്ടിൽ ഏതാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്? ഒന്നാമത്തേത് വിശ്വസിച്ചാൽ കുഫറാണ്, രണ്ടാമത്തേത് വിശ്വസിച്ചാൽ ഈമാനാണ്. എന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബിക്കും അറിയില്ലായിരുന്നു. എത്ര വളരെ എല്ലാവരും ബുദ്ധിയുള്ളവരല്ലേ, നമുക്ക് ആലോചിച്ചൂടെ? അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നു ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുമില്ലാത്ത കൊട്ടം മരുഭൂമിയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു ഹാജറിനെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും. ആദ്യത്തെ ചരിത്രമാണ്. അവിടെ നിന്ന് കഴബാലയമില്ല, ആരുമില്ലാത്തൊരു മണ്ണിൽ, ഒരു മരുഭൂമിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറിനെയും കൈക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. ഒരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ട്, ഒരൽപ്പം കാരക്കയുമുണ്ട്. അവിടെ ആ രണ്ട് ജീവനുകളെ, മനുഷ്യ ജീവനുകളെ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു നടക്കുകയാണ് ഇബ്രാഹിം നബി. അപ്പൊ ചോദിക്കുകയാണ്, പിന്നാലെ കൂടിയിട്ട് ഹാജർ ഭാര്യ ചോദിക്കുകയാണ്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി പോവുകയാണോ? പിന്നാലെ കൂടി ചോദിച്ചപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന് മറുപടിയൊന്നുമില്ല. അദ്ദേഹം തിരിഞ്ഞു നടപ്പ് തന്നെയാണ്. ഉടനെ ഹാജറിന്റെ ചോദ്യം എന്താണെന്നോ, അല്ലാഹു അമറക ബിഹദാ, അള്ളയാണോ ഞങ്ങളെ ഇവിടെ ഇട്ടുപോകാൻ നിങ്ങളോട് കൽപ്പിച്ചത്? ഉടനെ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, ബലാ, അതേ, എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് ഞാനിത് ചെയ്യുന്നത്. ഉടനെ ഹാജറിന്റെ പ്രതികരണം നോക്കൂ, എങ്കിൽ എങ്കിൽ അല്ലാഹു ഞങ്ങളെ കൈയൊഴിക്കുന്നതല്ല, ധൈര്യമായി പോയിക്കോളൂ, പറഞ്ഞയച്ചു. ഇതും ത്യാഗമാണെന്നാണ് ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസം. കുബൂരി പണ്ഡിതന്മാര് പറയുന്ന നിലക്കാണെങ്കിൽ ഇതിലെന്ത് ത്യാഗം? ഇബ്രാഹിം നബിക്ക് പോകുമ്പോഴേ അറിയാം ഇവിടെ സംസം വെള്ളം പൊട്ടാനിരിക്കുന്നു, ആളിപ്പ വരും, സംഗതികളൊക്കെ ക്ലിയറാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹാജറ എന്ന ബീവിക്കും അറിയാം, കാരണം ബീവിമാർക്കാണല്ലോ മറിഞ്ഞ കാര്യം കൂടുതൽ അറിയുന്നവര്. പിന്നെന്തിനായി പിന്നാലെ കൂടിയിട്ട് ചോദിച്ചത്? എന്തിനാ ഞങ്ങളവിടെ ഒറ്റക്കാക്കുന്നത്? അള്ള കൽപ്പിച്ചിട്ടാണോ ചെയ്യുന്നത്? എന്തിനാണ് അവർ വെള്ളമില്ലാത്ത അവസരത്തിൽ സഫാ മർവക്കിടയിൽ ഓടിയത്? സഫയുടെ മുകളിൽ കയറിയിട്ട് എത്തി നോക്കും, മർവയുടെ കുന്ന് കയറിയിട്ട് എത്തി നോക്കും. എന്തിനാണ്? ആരെങ്കിലും വെള്ളവുമായി വരുന്നുണ്ടോ, വെള്ളം കിട്ടാൻ വല്ല മനുഷ്യ ജീവനുകളുടെ തുടിപ്പും എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഓടിത്തളർന്ന മഹദിയായ ഹാജറ. മറഞ്ഞ കാര്യം അറിയുന്ന ബീവിയാണെങ്കിൽ ആ ഓട്ടവും ഒരു നാടകം കളിയല്ലേ? കാരണം അവർക്കറിഞ്ഞുകൂടെ എന്റെ പൊന്നുമോൻ കിടക്കുന്ന കാലിനടിയിൽ നിന്ന് സംസമിത പൊട്ടി വരാൻ പോകുന്നു എന്ന്. പറഞ്ഞ കാര്യം അറിഞ്ഞോ?
അറിഞ്ഞു എന്ന് വിശ്വസിക്കണോ? എങ്കിലത് കുഫറാകും. അറിഞ്ഞിട്ടും പിന്നെ വെറുതെ ഓടിയതാണ് എന്ന് വരും. അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കണോ? അത് തെറ്റാവോ? അല്ല, അതാണ് ശരി. അറിയില്ല. കാരണം അമ്പിയാക്കന്മാരുടേത് അല്ലാഹു തആല പറഞ്ഞത് ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു മാത്രമാണ് അദൃശ്യജ്ഞാനി. മറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. എങ്കിൽ പിന്നെ ചില അമ്പിയാക്കന്മാരൊക്കെ, എല്ലാ അമ്പിയാക്കന്മാരും നമുക്ക് കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട്, ശരിയാണ്. പക്ഷേ അതൊക്കെ എങ്ങനെയാണെന്നോ, ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അല്ലാഹു അവന്റെ മറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഇല്ലാ മൻ ഇർതദാ ബിർ റസൂൽ, അവൻ തൃപ്തിപ്പെടുന്ന റസൂലിനൊഴികെ. അള്ളാഹ് തൃപ്തിപ്പെട്ട മലക്കിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള റസൂലിന് മാത്രമേ അള്ളാഹു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുള്ളൂ. എല്ലാം വെളിപ്പെടുത്തി കൊടുക്കില്ല. ചിലത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ അറിയുന്നു, വെളിപ്പെടുത്തി കൊടുക്കാത്തത് അവരറിയുന്നില്ല. നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുന്നതോ, എല്ലാ കാര്യങ്ങളും അറിയാനുള്ള കഴിവ് അവർക്ക് അള്ളാഹു അങ്ങ് ഫിറ്റ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. എല്ലാം അവർക്കറിയാം. അവർക്കറിയാത്തതായി യാതൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരൂ. നിങ്ങൾ റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കൂ. അവിടുന്ന് മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞ അവസരവും അറിയാത്തതുമുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. പക്ഷേ ഒരൊറ്റ വിഷയം മാത്രം നിങ്ങളുടെ സജീവമായ ശ്രദ്ധയിൽ നിന്നും പച്ച പിടിച്ചു നിൽക്കാൻ വേണ്ടി സൂചിപ്പിക്കട്ടെയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് താമസിക്കുന്നു. ആ മദീനത്ത് താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരുപാട് ദൂരത്ത് നിന്നൊരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടുന്നു. എന്താണ് ആ സന്ദേശം? അബ്സീരിയയിലെ അഥവാ എത്യോപ്യയിലെ രാജാവ് നേഗസ് രാജാവ്, നജാശി രാജാവ്, മുസ്ലിമായ രാജാവ് മരണപ്പെട്ടിരിക്കുന്നു നബിയേ. അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആ ഫർളായ കർമ്മം നിർവഹിക്കാൻ ആളില്ലാതെ വന്നിരിക്കുന്നു എന്ന അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയപ്പോ മദീനയിലുള്ള റസൂലുള്ളാഹ് സ്വഹാബിമാരെയെല്ലാം വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന അഖാകും ഖദ് മാത ഫീ ഗൈരി ബലദികും, മുസ്ലിമീങ്ങളെ, നിങ്ങളുടേതല്ലാത്ത ഒരു നാട്ടിൽ നജാശി മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് പുറപ്പെടൂ മുസല്ലയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള സഹാബിമാരെയും കൂട്ടിയിട്ട് ഇമാമത്ത് നിന്നിട്ട് ഫകബ്ബറ അർബഅ, 4 തക്ബീർ ചൊല്ലിയിട്ട് നജാശിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നു. റസൂലുള്ള മറഞ്ഞ കാര്യം അറിഞ്ഞില്ലേ? ഉറപ്പല്ലേ? മദീനത്ത് താമസിക്കുന്ന റസൂലുള്ളാഹ് അങ്ങ് അകലെയുള്ള എത്യോപ്യയിലുള്ള രാജാവിന്റെ മരണം അറിഞ്ഞു. എങ്ങനെയാ? ഇന്റർനെറ്റ്, ഇമെയിൽ സംവിധാനമുണ്ടോ? വയർലെസ് സംവിധാനമുണ്ടോ? ടെലിഫോൺ ഉണ്ടോ? ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഇല്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു പൊരുത്തപ്പെടുന്ന റസൂലിന് അവൻ വേണ്ടവനെ അറിയിച്ചു കൊടുക്കും, അപ്പ അറിയും. എന്നാൽ ഇതറിഞ്ഞതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ലോകത്തുള്ള എല്ലാ മരണങ്ങളും അറിയാൻ കഴിയുമോ? അതല്ലേ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതറിഞ്ഞ റസൂലുള്ളാഹിക്ക് എല്ലാം അറിയാമെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ല. ഇതറിഞ്ഞ റസൂലുള്ളാഹിയുടെ തന്നെ ജീവിതത്തിലെ മറ്റൊരു ഏടുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ. മദീനത്തതാ റസൂലുള്ളാഹിയുടെ മൂക്കിന്റെ മുമ്പിൽ ഒരു മരണം നടക്കുന്നു. അഥവാ റസൂലുള്ളാഹിയുടെ കണ്ണിന്റെ മുമ്പിൽ എന്നല്ല പറയുന്നത്, മദീനയുടെ പരിസരത്തതാ ഒരു സ്വഹാബ സ്ത്രീ മരിക്കുന്നു. ആരാണവര്? മദീനത്തെ പള്ളി അടിച്ചു വാരാൻ വന്നിരുന്ന ഒരു സാധുവായ സ്ത്രീ റളിയല്ലാഹു അൻഹാ. അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്വഹാബാ വനിതയാണ്. ഒരിക്കൽ റസൂലുള്ള മദീനത്തെ പള്ളിയിൽ വന്ന് നോക്കുമ്പോ വൃത്തിയായ രൂപത്തിൽ കാണാഞ്ഞപ്പോ ചോദിക്കുന്നു, ഇന്ന് വൃത്തിയാക്കാൻ വരുന്ന നമ്മുടെ സഹോദരി എവിടെ പോയി? ഉടനെ സ്വഹാബത്തിന്റെ മറുപടി എന്താ? അവരിന്നലെ രാത്രി മരണപ്പെട്ടു നബിയേ. റസൂലുള്ളാഹിയുടെ ചോദ്യം, അഫലാ ആദൻതുമുനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിക്കാതെ പോയി എന്നാണ് റസൂലുള്ളാഹിയുടെ ചോദ്യം. മദീനത്തെ പള്ളിയിൽ റസൂലുള്ള ഉണ്ടവിടെ. മദീനത്ത് റസൂലുള്ള ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ മദീനയുടെ പരിസരത്ത് ഏതാനും ചുറ്റളവിൽ വെച്ചുകൊണ്ടൊരു മരണം നടന്നു. ആ മരണം റസൂലുള്ള അറിഞ്ഞില്ല. പിറ്റേന്ന് പള്ളിയിൽ നിന്ന് ആളെ കാണാതായപ്പോഴാണ് വിവരം അറിയുന്നു. ചോദിച്ചപ്പോഴാ പറയുന്നത്, അവരിന്നലെ മരിച്ചു.
ഞങ്ങൾ അവർക്ക് വേണ്ടി നിസ്കാരം നടത്തി മറമാടുകയും ചെയ്തു. നബിയെ, രാത്രിയിലായതുകൊണ്ട് അങ്ങേ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വിവരവും തന്നില്ല. ഞങ്ങൾ കൊണ്ടുപോയി കബറടക്കി. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ ചെയ്തതൊക്കെ ചെയ്തു, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ഒരു കാര്യം നിങ്ങളിൽ നിന്നറിയണം. ദുല്ലൂനി അലാ ഖബരിഹാ, അവരുടെ ഖബർ എവിടെയാണെന്നൊന്ന് കാണിച്ചു തരൂ. അപ്പൊ അത് അറിഞ്ഞൂടാ, എവിടെയാ ഖബറടക്കിയിട്ടുള്ളത് അറിഞ്ഞൂടാ. സഹാബിമാര് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, അതാ പശിമയുള്ളവര് മണ്ണ് കൂടിയ സ്ഥലം, പുതിയ ഖബറാണത്. റസൂലുള്ള അവിടെ ചെന്നുകൊണ്ട് ആ സഹാബാവരിതയുടെ ഖബറിന്റെ സമീപത്തു നിന്നുകൊണ്ട് ജനാസ നമസ്കാരം നിർവഹിച്ചു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. ഈ രണ്ട് ചരിത്രവും നിങ്ങൾ പഠിച്ചവരാണ്, കേട്ടവരാണ്, ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ രണ്ടും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ചിന്തിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങകലെ എത്രയോ മാസം സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്തുള്ള നജാശിയുടെ മരണവാർത്ത റസൂലുള്ള അറിഞ്ഞു എന്ന് വന്നു. പക്ഷേ മദീനത്ത് തന്നെ നടന്ന ഒരു മരണം റസൂലുള്ള അറിഞ്ഞതുമില്ല. എന്തേ ഈ വ്യത്യാസം? നജാശിയുടെ മരണം റസൂലുള്ള അറിഞ്ഞു എന്നതിനാൽ എല്ലാ മറഞ്ഞ കാര്യങ്ങളും റസൂലുള്ളക്ക് അറിയാമെന്നാണോ വിശ്വസിക്കേണ്ടത്? അല്ല. മദീനത്ത് നടന്ന മരണവിവരം റസൂലുള്ള അറിഞ്ഞില്ല എന്നതുകൊണ്ട് റസൂലുള്ളാക്ക് ഒരു മറഞ്ഞ കാര്യവും അറിയില്ല എന്ന് വിശ്വസിക്കുകയാണോ വേണ്ടത്? അതുമല്ല. പിന്നെ എന്താ വേണ്ടത്? അള്ളാഹു അറിയിച്ചു കൊടുത്തത് അറിയുന്നു, അറിയിച്ചു കൊടുക്കാത്തത് നബിയാണ് എന്ന പ്രത്യേകത കൊണ്ട് അറിയാൻ കഴിയുന്നില്ല. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ആലിമുൽ ഗൈബി, അദൃശ്യത്തിന്റെ അറിവുള്ളവൻ അല്ലാഹുവാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അവന്റെ അദൃശ്യത്തിൽ നിന്നവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെ. ചില ആളുകൾ പറയും, മദീനത്ത് നടന്ന മരണം റസൂലുള്ള അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വഹാബികൾ റസൂലുള്ളാനെ കൊച്ചാക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ കൊച്ചാക്കുകയല്ല, റസൂലുള്ളാക്ക് അതുകൊണ്ട് ഒരു പോരായ്മയുമില്ല. ഇത് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നബിക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ പറ്റൂല. അറിയിച്ചു കൊടുത്തത് അറിയുന്നു, നമ്മൾ തന്നെയാണല്ലോ പറഞ്ഞത് എത്യോപ്യയിലെ മരണം റസൂലുള്ള അറിഞ്ഞു എന്ന്. അതറിഞ്ഞു എന്നതുകൊണ്ട് എല്ലാം അറിയുമെന്ന് വിശ്വസിക്കാൻ പോകണ്ട. ഇതറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഒന്നും അറിയാൻ കഴിയില്ല എന്നും വിശ്വസിക്കേണ്ടതില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് അറിയുന്നു, അറിയിച്ചു കൊടുത്തിട്ടില്ലാത്തത് റസൂലുള്ളാക്കാണെങ്കിലും അറിയാൻ കഴിയില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും ഒക്കെ ചരിത്രത്തിൽ വലിയ ത്യാഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ അത് അവർക്ക് അതിനെക്കുറിച്ചുള്ള മറഞ്ഞ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെയാണത് ത്യാഗമായത്. അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും ഒരു ത്യാഗമായി മാറുമായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എന്തുകൊണ്ട് വരാൻ വരോ കാര്യം അറിയാതെ പോയി. നമ്മൾ വിശ്വസിപ്പിച്ചതെന്താണ്? വകുന്തു ഇബ്രാഹീമു മുൽഖൻ ബിനാരിഹി വമാ ബറദ നീറാനു ഇല്ലാ ബിദഅതി. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് വരെ വിശ്വാസം എന്താണ്? ശൈഖ് അവറുകൾ പറയുന്നുവത്രേ, വകുന്തു ഇബ്രാഹീമു മുൽഖൻ ബിനാരിഹി, ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആര്? 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച മുഹീദ്ദീൻ ശൈഖ് അങ്ങകലെ 14,000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോ മൂപ്പരവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടോ വമാ ബറദ നീറാനു ഇല്ലാ ബിദഅതി, ഞാനങ്ങ് ദുആ ചെയ്തപ്പോഴല്ലേ തീ അങ്ങ് തണുത്തുപോയത്. തന്നെയുമല്ല, ഇബ്രാഹിം മോനെ അറുക്കുന്ന നേരത്ത് ഞാൻ അവിടെ ഉണ്ട്. എന്റെ ഫത്വ കൊണ്ടാ ആടറിഞ്ഞത് എന്നല്ലേ മൊയ്തീൻ ശൈഖ് അവകാശപ്പെട്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ശൈഖ് അതല്ലേ അവകാശപ്പെട്ടത്. അപ്പൊ ശൈഖിന് വരെ ഇതാണ് കാര്യമെങ്കിൽ ജനിക്കതിന്റെ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാകാൻ വരെ ശൈഖ് അവർകൾക്ക് കഴിഞ്ഞുവെങ്കിൽ പിന്നെ ഖലീലുള്ളയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം അറിയാതിരിക്കുമോ? ഈ നിലക്ക് വിശ്വസിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തൗഹീദിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഈ പാഠം മനസ്സിലാക്കിക്കൊണ്ട് ഈ ത്യാഗത്തിന്റെ കഥകളാണെന്ന് അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അത് അവരുടെ പിഴച്ച വിശ്വാസത്തിനുള്ള ഖണ്ഡനമാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ നോക്കൂ.
എന്താ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെന്നോ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. പടച്ച തമ്പുരാനെ, എന്നെയും എന്റെ മക്കളെയും ഒക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ശിർക്കിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ, നീ ഞങ്ങളെ അകറ്റണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾക്കൊന്നും ഈ ശിർക്ക് വരില്ല, നമ്മളൊക്കെ വളരെ ഗംഭീരമായ തൗഹീദിലാണ്. ഇനി അതിനെക്കുറിച്ച് വായിച്ചിട്ടില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഇനി ശിർക്കൊന്നും സംഭവിക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ ധ്വജവാഹകൻ, തൗഹീദിന്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിനോട്, പടച്ച തമ്പുരാനെ, എന്നെയും എന്റെ മക്കളെയും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നീ അകറ്റണം. പിന്നെ പറയുന്നു, ലോകത്ത് ഒന്നാമതായി അല്ലാഹുവിനെ പടുത്തു ആരാധിക്കുവാൻ വേണ്ടി പടുത്തുയർത്തിയ കഅബാലയത്തിന്റെ നിർമ്മാണം നിർവഹിച്ചു കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് പടച്ചവനെ നീ ഇത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാതെ പ്രവാചകൻ പറയുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. പഠിച്ചു വെച്ചോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മളൊക്കെ എത്ര വലിയ സന്തോഷത്തിലാ കഴിയുന്നത്, എത്ര വലിയ പ്രശംസയിലാ നമ്മൾ നീങ്ങുന്നത്, എത്ര വലിയ സ്വസ്ഥതയിലാ നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊക്കെ ഇനി എന്ത് വ്യതിയാനം സംഭവിക്കാനാ, എനിക്കൊക്കെ ഇനി എന്ത് തെറ്റ് സംഭവിക്കാനാ? ഞാനൊക്കെ നിസ്കരിക്കുന്നില്ലേ, നോമ്പെടുക്കുന്നില്ലേ, ഹജ്ജിന് പോയിട്ടില്ലേ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? എന്തൊരു ആത്മവിശ്വാസമാണ് നമുക്ക്! അതിരുകവിഞ്ഞ വല്ലാത്തൊരു സ്വയം പ്രശംസയും സ്വയം ബഹുമാനവും സ്വരക്ഷയുടെ കാര്യത്തിൽ യാതൊരു ഭയമില്ലായ്മയും നമ്മെ വരിഞ്ഞു മുറുക്കുന്ന അവസരത്തിൽ ചിന്തിച്ചോ, ത്യാഗത്തിന്റെ പ്രവാചകനായ ഖലീലുള്ളാഹിയുടെ പ്രാർത്ഥന നോക്കൂ, റബ്ബി ജഅൽനി, എന്റെ റബ്ബേ നീ എന്നെ നിശ്ചയിക്കണം, നീ എന്നെ ആക്കി തീർക്കണം, മുഖീമസ്സലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണം, വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ നിന്നും നിനക്ക് വേണ്ടി കൃത്യമായി നിസ്കരിക്കുന്നവരെ നീ ആക്കി തീർക്കണം റബ്ബേ. അതുപോലെ തന്നെ പറഞ്ഞ ഒരുപാട് പ്രാർത്ഥനകൾ, റബ്ബനാ വതഖബ്ബൽ ദുആ, ദുആ സ്വീകരിക്കണം റബ്ബേ. കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടനെതാ മോനും ബാപ്പയും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്താൽ, ഇപ്പൊ ബലിപെരുന്നാൾ നിസ്കരിച്ചു, അറവ് നടത്തി, നോമ്പ് നോറ്റു, ഹജ്ജിന് പോയി, ഉംറ ചെയ്തു, നമുക്കൊക്കെ വല്ലാത്തൊരു സമാധാനമാണ്. ഇതൊക്കെ സ്വീകരിക്കാതെ പിന്നെ എന്ത് സ്വീകരിക്കാനാ? ആളുകളൊക്കെ തെമ്മാടിത്തത്തിൽ പോകുമ്പോ, ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ, ഇതൊക്കെ പടച്ചോൻ സ്വീകരിക്കാതെ പിന്നെ എവിടേക്ക് പോകാനാ എന്നാണ് നമ്മുടെയൊക്കെ ചിന്താഗതിയെങ്കിൽ, ഈ ലോകത്തൊരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണല്ലോ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് പങ്കാളിയാവുക എന്നത്. ആ പ്രവർത്തനം നിർവഹിച്ചിട്ട് അള്ള പറഞ്ഞിട്ടാണല്ലോ ചെയ്തത്. ചെയ്തതോ പ്രവാചകനാണ്, ഏറ്റവും മുന്തിയ കർമ്മമാണ് ചെയ്തത്. എന്നിട്ടും ഇബ്രാഹിം നബിക്ക് സമാധാനമുണ്ടോ? ഇസ്മായിൽ നബിക്ക് സ്വസ്ഥതയുണ്ടോ? രണ്ടാളും അവിടെ തന്നെ നിന്നുകൊണ്ട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് ചോദിച്ച ചോദ്യം എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റബ്ബേ. കാരണം ഇന്നക അൻതസ് സമീഉൽ അലീം, നീയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഞങ്ങളുടെ പ്രവർത്തനം നീ കണ്ടവനാണ്, ഞങ്ങളുടെ ഇഖ്ലാസ് നിനക്കറിവുള്ളതാണ്, ഞങ്ങളുടെ എല്ലാം നീ കേട്ടതാണ്, നീയാണ് അറിവുള്ളവൻ. നിന്നോടാണ് പറയുന്നത് സ്വീകരിക്കണം. അതല്ലേ റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു റബ്ബനാ വതഖബ്ബൽ ദുആ, ദുആ കബൂലാക്കണം റബ്ബേ. അമ്പിയാക്കൾക്ക് വരെ സ്വസ്ഥത കിട്ടാത്ത വിഷയം മരണം പോലും എങ്ങനെയായിരിക്കുമെന്ന് പേടിച്ച അവര് വജഅൽനാ മുസ്ലിമൈനി ലക്, നിനക്ക് പരിപൂർണമായി കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റബ്ബേ.
എന്ന് പ്രാർത്ഥിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് നിഅമത്തുകൾ കിട്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ടില്ലേ? റബ്ബി ഖദ് ആതൈതനി ബിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി ജീവിപ്പിക്കണം റബ്ബേ, മുസ്ലിമായി തന്നെ മരിപ്പിക്കണേ. നിന്റെ മഹത്തുക്കളോടൊപ്പം നല്ലവരോടൊപ്പം പരലോകത്ത് നീ എന്നെയും ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ഒരു സാധാരണക്കാരനല്ല. മഹാനായ ഒരുപാട് പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വന്നപ്പോഴും അതിലൊന്നും പതറാതെ ആദർശം പിടിച്ചിരുന്നുകൊണ്ട് തന്റെ പരിശുദ്ധിയെ ഒരാളുടെ മുമ്പിലും അടിയറവെക്കാതെ തന്റെ സാംസ്കാരികമായ ബോധത്തെ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്നവരുടെ മുന്നണി പോരാളിയായി വർത്തിച്ച യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സമാധാനം തോന്നിയിട്ടില്ല. ഞാനൊക്കെ മുസ്ലിമായിട്ട് തന്നെ മരിക്കാണ്, നമുക്കൊക്കെ എന്തൊരു സമാധാനമാണ്. നമ്മളൊക്കെ മുസ്ലിമായിട്ടല്ലാതെ പിന്നെ എങ്ങനെ മരിക്കാനാ? നമ്മളൊക്കെ നിസ്കരിച്ച് നോമ്പുകളിലൊക്കെ സ്വീകരിച്ചില്ലേ, പിന്നെ എന്ത് സ്വീകരിക്കാനാ എന്നല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ അമ്പിയാക്കന്മാരുടെ ആ പ്രബോധന പ്രവർത്തനങ്ങളുടെയും അവരുടേതായ പ്രാർത്ഥനകളുടെയും രീതി നോക്കുമ്പോ അവരൊന്നും ചെയ്ത കാര്യത്തെക്കുറിച്ച് സന്തോഷമുള്ളവരായിട്ടില്ല, അഥവാ അമിതമായി സന്തോഷിച്ചിട്ടില്ല. എല്ലാം സ്വീകരിച്ചേക്കുമെന്നൊരു നാട്യം അവർക്കുണ്ടായിട്ടില്ല. സ്വീകരിക്കണേ, സ്വീകരിക്കാതെ പോയാൽ നഷ്ടത്തിലായി പോകുമല്ലോ, മുസ്ലിമീങ്ങളായി തന്നെ വരിപ്പിക്കണേ എന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾ നോക്കൂ, മക്കളെ ഒപ്പം കൊണ്ടു നടന്ന് തൗഹീദ് പഠിപ്പിച്ച് എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത് ദീനിന്റെ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുത്തു പോകുന്ന നേരത്ത് പോലും സമാധാനമില്ല. നമ്മൾ ഇന്ന് ഓർക്കുന്ന മഹാനായ പ്രവാചകന് സമാധാനം വന്നിട്ടില്ല. മരണനേരത്തും അതാ കൊടുക്കുന്ന മക്കളെ വിളിച്ചുകൊണ്ട് വസിയത്ത് ഇബ്രാഹിമു ബനീഹി വയഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ലോകത്ത് അല്ലാഹു തആല പറഞ്ഞതൊക്കെ കേട്ട പ്രവാചകൻ എന്തെങ്കിലും കൽപ്പിച്ചാലും അസ്ലംതു ഞാനിതാ കീഴൊതുങ്ങി എന്ന് പറഞ്ഞ പ്രവാചകൻ എല്ലാ രൂപത്തിലുള്ള ആദർശവും തങ്ങളുടെ മക്കൾക്കും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് പോകാൻ നേരത്തും സമാധാനമില്ല. മക്കളെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന വസിയത്ത് എന്താണെന്നോ? യാ ബനിയ, എന്റെ പൊന്നുമക്കളെ, ബാപ്പക്ക് നിങ്ങളോടൊരു വസിയത്ത് അവസാനം പറയാനുണ്ട്. എന്താണെന്നോ? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന മതമാണ് ഇസ്ലാം. ഫലാ തമൂതുന്ന, എന്റെ പൊന്നുമക്കളും മരിക്കാനിടവരരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അല്ലാഹുവിന് സമ്പൂർണമായി സമർപ്പിച്ച പരിപൂർണ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ എന്റെ പൊന്നുമക്കൾ മരിക്കാനിടവരരുത്. നമ്മളൊക്കെ എന്ത് വസിയത്താ കൊടുത്തത്? നമ്മളൊക്കെ എന്ത് വസിയത്താ കൊടുക്കുന്നത്? നാട്ടിലേക്ക് നമ്മൾ പെരുന്നാളായിട്ട് കത്തെഴുതി, ടെലിഫോൺ വിളിച്ചു, സംഭാഷണം നടത്തി. നാൾക്ക് നാൾ നമ്മൾ കൃത്യമായി ദിർഹം മാറ്റിയിട്ട്, ദിനാറ് മാറ്റിയിട്ട് നമ്മൾ അവർക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ്, ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ട ഉപദേശം കൊടുക്കാൻ മാത്രം നമ്മൾ മറക്കുന്നു. ഭാര്യയ്ക്ക് വേണ്ട ഉപദേശം കൊടുക്കാൻ മാത്രം മറക്കുന്നു. ഉമ്മതങ്ങന്മാർക്ക്, സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ട ഉപദേശം, ദീനിന്റെ കാര്യമൊഴികെ എല്ലാം പറയാൻ നമുക്ക് നൂറുനാവാണ്. ദീന് പറയാൻ മാത്രം നമുക്ക് മൗനവ്രതമായ അവസ്ഥയല്ലേ ഉള്ളത്. നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ അർഹതയുണ്ടോ? ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ഞാനെന്ന് പറയാൻ നമുക്ക് അർഹതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്താ ഇന്ന് നാട്ടിന്റെ സ്ഥിതി? ഓരോ റിപ്പോർട്ടുകൾ എടുത്തു നോക്കൂ. നമ്മുടെ മുസ്ലിം പെങ്ങന്മാരെ മറ്റുള്ള സമുദായത്തിലെ ആളുകൾ വശീകരിച്ച് മയക്കിക്കൊണ്ടുപോവുകയാണ്. നമ്മുടെ കലാലയങ്ങളിലെല്ലാം സിറിഞ്ചിന്റെ വിൽപ്പന വ്യാപകമാണ്. മയക്കുമരുന്നും പാൻപരാഗുകളും മസാലകളും കഴിച്ചുകൊണ്ട് ബോധമില്ലാതെ നാലുകാലിൽ അന്തിമയങ്ങുന്ന കുട്ടികളാണ് വളർന്നു വരുന്നത്.
വേശ്യാവൃത്തിയും തെമ്മാടിത്തവും വളർന്നു വരുന്നു. രാജ്യത്തൊട്ടാകെ ഏറ്റവും വലിയ വ്യവസായമായി ജാറ വ്യവസായം അരങ്ങ് തകർക്കുന്നു. പണമുണ്ടാക്കാനും ലക്ഷങ്ങൾ നേടാനും കോടികളുടെ അധിപതിയാകാനും ഒരു മനുഷ്യജീവന്റെ കയ്യോ കാലോ ജഡത്തിന്റെ കിട്ടിയാൽ മതി എന്ന് വന്നിരിക്കുന്നു. അങ്ങനെ പടച്ച തമ്പുരാൻ ഏറ്റവും കടുത്ത പാപങ്ങളായി എണ്ണിയ സർവ പാപങ്ങളുടെയും കൂത്തരങ്ങും കേളീരംഗവുമായി നമ്മുടെ പ്രദേശം ഇങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇറാഖിലെ ഊറുപോലെ നമ്മുടെയൊക്കെ കുഗ്രാമങ്ങൾ ശിർക്കിലും അന്ധവിശ്വാസത്തിലും തോന്യാസത്തിലും മുഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഈ രാജ്യത്ത് കഴിയുന്നു സ്വസ്ഥമായി നമ്മൾ വിചാരിക്കുന്നു അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാമോ? പല രൂപത്തിലും പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോ അതൊന്നും ഞാൻ പറയേണ്ടതില്ല, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, അതൊന്നും ഞാനിപ്പോൾ കണ്ടില്ലെന്ന് നടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ഉത്തരവാദിത്തം, തന്റെ കുടുംബത്തിലുള്ള ശിർക്കിനെതിരെ ശബ്ദിക്കായ്മ, തന്റെ കുടുംബത്തിൽ നടക്കുന്ന തോന്യാസങ്ങൾക്കെതിരെ പ്രതികരണമില്ലായ്മ, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അയച്ചു കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും അരങ്ങ് തകർക്കുന്നു. കാണാൻ ഒരുപാട് ആളുകൾ, അയൽവാസികൾ, നാട്ടുകാർ, അങ്ങനെ എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് ഇബ്ലീസ് പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് നമ്മളിവിടെ വിയർപ്പൊഴുക്കിയിട്ട് മാസാമാസം അവർക്ക് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുമ്പോ ചോദിച്ചുപോയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സമാധാനം തോന്നാത്ത വിഷയത്തിൽ നമ്മൾ സമാധാനിച്ചിരിക്കുകയാണ്. കത്തിൽ ഒരു വരി പോയിട്ട് അരവരിയെങ്കിലും ടെലിഫോണിലെ സംഭാഷണത്തിൽ ഒരല്പനേരമെങ്കിലും ഇസ്ലാമിന്റെ മക്കളായി ജീവിക്കണേ, ആദർശം പഠിക്കണേ, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകരുതേ, ഇബ്ലീസ് വരച്ച വലയിൽ നിങ്ങൾ ഒരിക്കലും വീണുപോകരുത് മക്കളെ, കുടുംബങ്ങളെ എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്ക് സാധിച്ചു? അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകാൻ വേണ്ടി അവന്റെ മുമ്പിൽ ചോദിക്കപ്പെടുമ്പോ എന്ത് ഉത്തരം പറയാനാണ്? നമുക്കിന്ന് നമ്മുടെ ആദർശത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കതൊരു പ്രശ്നമല്ല. ഭൗതിക ലോകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വല്ലാത്ത വേദനയാണ്. നമ്മുടെ ശമ്പളത്തിന്റെ പ്രശ്നത്തിൽ നമുക്ക് ആധിയുണ്ട്, ജോലിയുടെ പ്രശ്നത്തിൽ ആധിയുണ്ട്, വീട് പണി പൂർത്തിയാകാത്തതിൽ പ്രശ്നമുണ്ട്, പെൺമക്കളെ വിവാഹം കഴിച്ച് തീരാത്തതിൽ വിഷയമുണ്ട്. പക്ഷേ ഒരു നേരത്തെ സുബഹി ഖളായി പോയാൽ നമുക്ക് വിഷമമുണ്ടോ? ശിർക്ക് നടമാടുന്നതിൽ മിണ്ടാതിരിക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ടോ? ദീനിന് പരിക്ക് പറ്റിയാൽ നമ്മളത് അറിയുന്നേയില്ല. നമ്മുടെ ദുന്യാവിന് പരിക്ക് പറ്റിയാൽ നമുക്കൊരു 100 നാവാണ്, ഒരു 100 മാൻ പവറാണ് നമുക്കുള്ളത്. ഇത് മനുഷ്യന്റെ സ്വഭാവമല്ല, ഇത് ദുന്യാവിനെ തെരഞ്ഞെടുത്ത ഇരുക്കാലി മൃഗങ്ങളുടെ സ്വഭാവമാണെന്നാണ് ഒരു കവി വളരെ സരസമായി പറഞ്ഞുപോയി. മോന് വസിയത്ത് കൊടുക്കുമ്പോ കൂട്ടത്തിൽ ബാപ്പ മോനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അബുനയ്യ ഇന്ന മിനർ റിജാലി ബഹീമത്തുൻ ഫീ സൂറത്തി റജുലി സമീഇൽ മുബ്സിരി ഫതനുൻ ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി വഇദാ ഉസീബ ബിദീനിഹി ലം യശ്ഉരി. എന്റെ കുഞ്ഞുമോനെ, ഇന്ന മിനർ റിജാലി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടല്ല ബഹീമത്തുൻ, ചില നാക്കാലികൾ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോനെ ചില മൃഗങ്ങളുണ്ട്, അവരെ നീ തിരിച്ചറിയണം, നീ അതിൽ പെടരുത്. എന്താ? അവരുടെ കോലം കണ്ടാൽ മനുഷ്യനാണ്. ഫീ സൂറത്തി റജുലി സമീഇൽ മുബ്സിരി, കാണാൻ 2 കണ്ണും കേൾക്കാൻ 2 കാതും 2 കാലുമൊക്കെ ആയിക്കൊണ്ട് ഇരിക്കാലിയായി നടക്കുന്ന മൃഗങ്ങൾ. എന്തേ അവന്റെ സ്വഭാവത്തിന്റെ പോരായ്മ? ഫതിനുൻ ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി, അവന്റെ ഭൗതികമായ വിഷയത്തിൽ, അവന്റെ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ അവന് വല്ല മുസീബത്തും ബാധിച്ചാൽ അവൻ വളരെ ജാഗ്രതയുള്ളവനാണ്. എന്നാൽ വൈദാ ഉസീബ ബിദീനിഹി ലം യശ്ഉരി, അവന്റെ ആദർശത്തിന് വല്ലതും സംഭവിച്ചാലോ അവനത് അറിയുന്നു പോലുമില്ല. ഇതല്ലേ പ്രിയപ്പെട്ടവരെ സ്ഥിതി? നമുക്കെന്ത് വിഷമമാണ്, ബേജാറാണ്? നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ ബേജാറില്ല, നമ്മുടെ ദുന്യാവിന്റെ വിഷയത്തിലാണ് നമുക്ക് ബേജാറുള്ളത്. ദീനിന് എന്ത് കോട്ടം സംഭവിച്ചാലും നമുക്കതൊരു പ്രശ്നമല്ല. ഒരു 10 രൂപ നമുക്ക് കിട്ടുന്നത് നഷ്ടപ്പെട്ടാൽ അന്ന് ഉറക്കം വരില്ല. ഞാനത് പോയിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു, ഞാൻ സമയത്ത് എത്താത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കുറച്ച് ദീനാറുകൾ നഷ്ടപ്പെട്ടു പോയാൽ എന്തൊരു വേദനയാണ്. ഉറക്കം വരാത്ത ദിവസങ്ങൾ, ഭക്ഷണത്തിന് രുചിയില്ലായ്മ. പക്ഷേ നമുക്ക് ഒരു ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ദീനിന്റെ ഒരു കാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാലോ നമുക്ക് വല്ല നഷ്ടബോധവുമുണ്ടോ? നമുക്കതിനെക്കുറിച്ച് ചിന്തയുണ്ടോ?
എന്നതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അവരവരോട് ചോദിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല സ്വന്തം രക്തത്തിൽ പിറന്ന മോനെ ബലി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. നമ്മളോട് അല്ലാഹു അത് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ആദർശവുമായി ഇഷ്ടങ്ങൾ സമ്പൂർണ്ണമായി യോജിച്ചു വരുന്നതുവരെ. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരു ഭാഗത്ത്. ഇന്ന് നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ്? ദീനിൽ നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കുന്നു, നമുക്കിഷ്ടമില്ലാത്തത് തിരസ്കരിക്കുന്നു, നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എടുക്കാൻ നമ്മൾ തയ്യാറില്ല. ജൂതരെ അല്ലാഹു തആല ശപിക്കാൻ കാരണം പറഞ്ഞത് ഖുർആനിൽ കേട്ടിട്ടുണ്ടോ? യുഅ്മിനൂന ബിബഅദിൽ കിതാബി വയക്ഫുറൂന ബിബഅദിൻ, വേദഗ്രന്ഥത്തിൽ ചിലതിൽ അവർ വിശ്വസിക്കുന്നു, ചിലതിൽ അവർ അവിശ്വസിക്കുന്നു. അവർക്ക് താല്പര്യമുള്ളത് എടുക്കും, ബുദ്ധിമുട്ടില്ലാത്തത് എടുക്കും, ബുദ്ധിമുട്ടുള്ളത് തള്ളിക്കളയും. നമ്മളും ഇന്ന് അങ്ങനെയായി പോയോ? ഇസ്ലാമിന്റെ കൽപ്പനകളൊക്കെ നമ്മൾ പഠിച്ചവരാണ്, അറിഞ്ഞവരാണ്, ബോധമുള്ളവരാണ്. ആ കൂട്ടത്തിൽ നമുക്ക് പ്രയാസമില്ലാത്തത് മാത്രം നമ്മൾ സ്വീകരിക്കുകയും സാമ്പത്തികമായോ കുടുംബപരമായോ നാട്ടിലുള്ള ആളുകളുമായുള്ള ബന്ധങ്ങളിലോ ഒക്കെ പ്രയാസം വരുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം ജൂത ക്രിസ്ത്യാനികൾക്ക് പടച്ചവന്റെ ശാപമുണ്ടാകാൻ നിമിത്തമായെങ്കിൽ ആ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഓതിയിട്ട് ആമീൻ പറയുന്ന മുസ്ലിമീങ്ങളല്ലേ നമ്മൾ. നമ്മളിലും ആ കുഴപ്പങ്ങൾ ഉണ്ടായി തീർന്നാൽ ശാപം നമുക്കും കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് വേണം? ഞാൻ സുദീർഘമായി ഇനി സംസാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗങ്ങളൊന്നും മുഴുവൻ പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മുടെ ജീവിതവുമായി നിങ്ങൾ കണക്ട് ചെയ്യണം, നമ്മുടെ ജീവിതവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തണം. എങ്ങനെ? ആ സഹിച്ച ത്യാഗങ്ങൾ, ആ മില്ലത്ത്, ആ പാരമ്പര്യം, ആ രൂപത്തിലൊക്കെയുള്ള അവസ്ഥകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്താണ് ദീനിനു വേണ്ടി ചെയ്തത്, എന്തൊരു പ്രവർത്തനമാണ് നാം നടപ്പിലാക്കിയത് എന്നിങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എന്തു ചെയ്തു? ഈ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടേതായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു ആലോചനയ്ക്ക് വേണ്ടിയാണ് ഈ പെരുന്നാൾ സുദിനം ഉപയോഗപ്പെടുത്തേണ്ടത്. എന്താണ് പോരായ്മ എന്ന് മറ്റൊരാളല്ല പറയേണ്ടത്, അവനവൻ ചിന്തിക്കണം. ആ പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റത്തിന് വിധേയരാവണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ത്യാഗം. എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത. നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കും, അല്ലാത്തത് തള്ളും. ഈ രൂപത്തിലുള്ള ഒരവസ്ഥ ഇല്ലാതിരിക്കുവാൻ വേണ്ടി സജീവമായി നമ്മുടെയൊക്കെ ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد